ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമ്മളിപ്പോൾ കുറച്ചായിട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, LGSനും കമ്പനി ബോർഡിനൊക്കെ പറ്റുന്ന കുറച്ച് ക്ലാസ്സുകളായിട്ടാണ് വരുന്നത്. അതിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ തരുന്നത്. അപ്പോൾ അതിൽ വിറ്റാമിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. നമുക്കറിയാം, ജീവശാസ്ത്രം എന്നൊരു ടോപ്പിക് എടുത്താൽ അതിൽ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്നുള്ള ഒരു പ്രത്യേക ടോപ്പിക്ക് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് അത് എന്നാണ് അതിനർത്ഥം. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സുമാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. ഇതിനു മുമ്പ് ഒരിക്കൽ രാസനാമങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ഒരിക്കൽ കൂടി പറയുന്നു എന്നുള്ളൂ. അത് നമുക്ക് ഉപകാരം തന്നെ ഉണ്ടാകത്തുള്ളൂ. ജീവകം എയുടെ രാസനാമമാണ് റെറ്റിനോൾ. വിറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ. വിറ്റമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. വിറ്റമിൻ ഡിയുടെ രാസനാമം കാൽസിഫെറോൾ. വിറ്റമിൻ ഇയുടെ രാസനാമം ടോക്കോഫിറോൾ. വിറ്റമിൻ കെയുടെ രാസനാമം ഫില്ലോക്വിനോൺ. വിറ്റമിൻ B1 തയാമിൻ. വിറ്റമിൻ B2 റൈബോഫ്ലാവിൻ. വിറ്റമിൻ B3 നിയാസിൻ നിക്കോട്ടിനിക് ആസിഡ്. രണ്ട് ചോദിച്ചാലും വിറ്റമിൻ B3 ആണ്. വിറ്റമിൻ B5 പാൻറ്റോതെനിക് ആസിഡ്. വിറ്റമിൻ B6 പിരിഡോക്സിൻ. വിറ്റമിൻ B7 ബയോട്ടിൻ. വിറ്റമിൻ B9 ഫോളിക് ആസിഡ്. വിറ്റമിൻ B12 സയനോകൊബാലമിൻ. ഇനി നമ്മൾ ഇതിന് കഴിഞ്ഞിട്ട് ഓരോ വിറ്റമിനെ കുറിച്ചിട്ടും പ്രത്യേകം ക്ലാസ്സിലേക്ക് പോവാം. അതിന് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപര്യാപ്തത രോഗങ്ങളും അത് ഏതിൽ നിന്നാണ് നമുക്ക് ഈ വിറ്റമിൻസ് കിട്ടുന്ന ഭക്ഷ്യസ്രോതസ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇതുപോലൊരു ടേബിളായി നോക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കടക്കാം. അതാകുമ്പോൾ നമുക്ക് ഈ ടേബിൾ വായിച്ചു വിട്ടാലും കുറച്ചൊക്കെ മൈൻഡിൽ നിൽക്കും എന്നുള്ളത് കൊണ്ടാണ് ഇതുപോലെ ടേബിൾ വൈസ് ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, വിറ്റമിൻ എയുടെ അപര്യാപ്തത രോഗം എന്താണ്? നിശാന്തതയാണ് വിറ്റമിൻ എയുടെ അപര്യാപ്തത രോഗം. വിറ്റമിൻ B1ൻ്റെ അപര്യാപ്തത രോഗമാണ് ബെറിബെറി. വിറ്റമിൻ B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. വിറ്റമിൻ B9ൻ്റെ അപര്യാപ്തത രോഗമാണ് വിളർച്ച മെഗലോബ്ലാസ്റ്റിക് അനീമിയ. വിറ്റമിൻ B12ൻ്റെ അപര്യാപ്തത രോഗമാണ് പെർനീഷ്യസ് അനീമിയ. അപ്പോൾ B9ഉം B12ഉം മാറിപ്പോകരുത്. B9 മെഗലോബ്ലാസ്റ്റിക് അനീമിയയും B12 പെർനീഷ്യസ് അനീമിയയുമാണ്. വിറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. വിറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗമാണ് റിക്കറ്റ്സും ഓസ്റ്റിയോമലേഷ്യയും. റിക്കറ്റ്സ് കണ എന്ന് പറയുന്നത് കുട്ടികളിലും ഓസ്റ്റിയോമലേഷ്യ എന്ന രോഗം കാണപ്പെടുന്നത് മുതിർന്നവരിലുമാണ്. വിറ്റമിൻ ഇയുടെ അപര്യാപ്തത രോഗമാണ് വന്ധ്യത. വിറ്റമിൻ കെയുടെ അപര്യാപ്തത രോഗമാണ് രക്തസ്രാവം. നമുക്കറിയാം, വിറ്റമിൻ കെ എന്ന് പറയുന്നത് ബ്ലഡ് കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിനാണ്. നമ്മൾ രക്തത്തിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ രക്തകോശം ഏത്, ജീവകം ഏത്, അങ്ങനെ പ്രത്യേകം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജീവകം കെയുടെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത് രക്തസ്രാവമാണ്. അതുപോലെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് വിറ്റമിൻ കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളതിൽ പറഞ്ഞു, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യമാണ് ഫൈബ്രിനോജിൻ എന്ന് പറഞ്ഞു. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ത്രോംബോകൈനേസിസ് ആണെന്ന് പറഞ്ഞു. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ധാതുവാണ് കാൽസ്യം എന്ന് പറഞ്ഞു. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ജീവകമാണ് ജീവകം കെ എന്ന് പറഞ്ഞു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് അങ്ങനെ പഠിച്ചു വയ്ക്കുക. മാംസ്യം ഫൈബ്രിനോജിൻ, എൻസൈം ത്രോംബോകൈനേസിസ്, ധാതു കാൽസ്യം, ജീവകം കെ എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുമാത്രമല്ല, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ചോദിച്ചാൽ അത് പ്ലേറ്റ്ലെറ്റുകളാണ്. ഇനി നമുക്ക് ഭക്ഷ്യസ്രോതസ്സുകൾ നോക്കാം. ഇതെല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് അതാത് വിറ്റമിൻസിൻ്റെ അവിടെ പറയുന്നതായിരിക്കും, എന്നാലും പറഞ്ഞു പോകുകയാണ്. വിറ്റമിൻ എ അടങ്ങിയിരിക്കുന്നത് ഏതെല്ലാം ഭക്ഷ്യോൽപ്പന്നങ്ങളിലാണ് എന്ന് ചോദിച്ചാൽ പാലുൽപ്പന്നങ്ങൾ, മുട്ട, കരൾ, ക്യാരറ്റ്, ഇലക്കറി, മധുരക്കിഴങ്ങൊക്കെയാണ്. കരൾ പറയുമ്പോൾ കരളുടെ ഇമ്പോർട്ടൻ്റ് എന്താ പറയുന്നത്? വിറ്റമിൻ എ സംഭരിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ് അല്ലേ? വിറ്റമിൻ എ സംഭരിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ്. വിറ്റമിൻ B1 എന്ന് പറയുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താ പറയുന്നത്? അരിയുടെ തവിട്ടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിനാണ് വിറ്റമിൻ B1 എന്ന് പറയുന്നത്. അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിനാണ് വിറ്റമിൻ B1 എന്ന് പറയുന്നത്.
വിറ്റമിൻ B2 അപ്പോൾ B1 വേറെ ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്നത് ചോദിച്ചാൽ ധാന്യങ്ങൾ, പരിപ്പ്, വിത്തുകൾ, തവിട്, അരിയുടെ തവിട് എന്നിവയിലാണ്. വിറ്റമിൻ B2 പാലുൽപ്പന്നങ്ങൾ, മുട്ട, മാംസം, ഇലക്കറികൾ എന്നിവയിലും. വിറ്റമിൻ B3 മത്സ്യം, മാംസം, മുട്ട, ധാന്യ ഉൽപ്പന്നങ്ങൾ എന്നിവയിലും. വിറ്റമിൻ B5 മത്സ്യം, ധാന്യങ്ങൾ, പച്ചക്കറികൾ എന്നിവയിലും. വിറ്റമിൻ B7 മുട്ട, പാല്, പരിപ്പ്, ഇലക്കറികൾ എന്നിവയിലും. വിറ്റമിൻ B9 ഇലക്കറി, പയറ്, നിലക്കടല, സൂര്യകാന്തി വിത്ത്, പഴങ്ങൾ, പഴച്ചാറുകൾ, ധാന്യങ്ങൾ, കരൾ എന്നിവയിലും അടങ്ങിയിരിക്കുന്നു. വിറ്റമിൻ B12 അടങ്ങിയിരിക്കുന്നത് മത്സ്യം, മാംസം, മുട്ട, പാലുൽപ്പന്നങ്ങൾ എന്നിവയിലാണ്. വിറ്റമിൻ C അടങ്ങിയിരിക്കുന്നത് പുളി അടങ്ങിയിട്ടുള്ള പഴങ്ങളിലൊക്കെയാണ് അല്ലേ. അതുപോലെ നാരങ്ങ, നെല്ലിക്ക എന്നിവയിലൊക്കെയാണ് എന്തടങ്ങിയിരിക്കുന്നത്? വിറ്റമിൻ C അടങ്ങിയിരിക്കുന്നത്. വിറ്റമിൻ D മത്സ്യം, മുട്ട, പാലുൽപ്പന്നം എന്നിവയിലാണ് വിറ്റമിൻ D അടങ്ങിയിരിക്കുന്നത്. അതുപോലെ സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റമിൻ കൂടിയാണ് വിറ്റമിൻ D എന്ന് പറയുന്നത്. വിറ്റമിൻ E അടങ്ങിയിരിക്കുന്നത് സസ്യ എണ്ണകളിലാണ്. അതുപോലെ പരിപ്പ്, പയർ, വിത്ത്, ഇലക്കറികൾ എന്നിവയിലെല്ലാം വിറ്റമിൻ E അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ K അടങ്ങിയിരിക്കുന്ന ഏതൊക്കെയാണ്? ഇലക്കറി, സസ്യ എണ്ണകൾ എന്നിവയിലാണ് വിറ്റമിൻ K അടങ്ങിയിരിക്കുന്നത്. വിറ്റമിൻ A എന്ന് പറയുന്നത് എന്തിനൊക്കെ ഉപകാരപ്രദമാണ്? ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിനെല്ലാം ഉപകാരപ്രദമായ ഒരു വിറ്റമിനാണ് വിറ്റമിൻ A എന്ന് പറയുന്നത്. വിറ്റമിൻ B എന്ന് പറയുന്നതോ? വിറ്റമിൻ B എന്ന് പറയുന്നത് ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും ത്വക്കിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ ധാന്യങ്ങളും പ്രോട്ടീനും ഒക്കെ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിനും ഒക്കെ ഉപകാരപ്രദമായ വിറ്റമിനാണ് വിറ്റാമിൻ B എന്ന് പറയുന്നത്. വിറ്റമിൻ C എന്ന് പറയുന്നത് എന്തിനൊക്കെ ഉപകാരപ്രദമാണ്? വിറ്റമിൻ C എന്ന് പറയുന്നത് ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ഉപകാരപ്രദമായ ഒന്നാണ് വിറ്റമിൻ C എന്ന് പറയുന്നത്. വിറ്റമിൻ D എന്ന് പറയുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിനൊക്കെ സഹായിക്കുന്ന വിറ്റമിനാണ് വിറ്റമിൻ D എന്ന് പറയുന്നത്. വിറ്റമിൻ E എന്ന് പറയുന്നതോ നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് വിറ്റമിൻ E വേണ്ടത്. വിറ്റമിൻ K മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നതാണ് വിറ്റമിൻ K എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം കൂടിയാണ് ജീവകം K എന്ന് പറയുന്നത്. വിറ്റമിൻ K എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കുടലിൽ ചില ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം കൂടിയാണ് ജീവകം K എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ വിറ്റമിൻസിനെ കുറിച്ച് നോക്കാം. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റമിൻ ഏതൊക്കെയാണ്? ബിയും സിയാണ് വെള്ളത്തിൽ ലയിക്കുന്നത്. കൊഴുപ്പിൽ ലയിക്കുന്ന ഏതൊക്കെയാണ്? ADEK എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വിറ്റമിൻ എയെ കുറിച്ച് നോക്കാം. വിറ്റമിൻ എയുടെ പ്രാധാന്യം എന്തൊക്കെയാണ്? വിറ്റമിൻ എ ഇതിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്, അതിൻ്റെ രാസനാമം എന്തൊക്കെയാണെന്ന്. ഓക്കെ, വിറ്റമിൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? റെറ്റിനോളാണ് അതിൻ്റെ രാസനാമം. വിറ്റമിൻ എ റെറ്റിനോളാണ്. ശരീരത്തിൽ പ്രകൃതിയായി കാണപ്പെടുന്ന വിറ്റമിൻ കൂടിയാണ് വിറ്റമിൻ എ എന്ന് പറയുന്നത്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട വിറ്റമിൻ കൂടിയാണ് വിറ്റമിൻ എ എന്ന് പറയുന്നത്. രോഗപ്രതിരോധ പ്രവർത്തനം, പ്രത്യുൽപാദനം തുടങ്ങിയവയിൽ പ്രധാന പങ്ക് വഹിക്കുന്നവയും കൂടിയാണ് വിറ്റമിൻ എ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു കരളിൽ സംഭരിക്കുന്ന ഒരു വിറ്റമിൻ കൂടിയാണ് വിറ്റമിൻ എ എന്ന് നമ്മൾ പറഞ്ഞു. പ്രോ വിറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? ബീറ്റ കരോട്ടിനാണ് പ്രോ വിറ്റമിൻ എ എന്ന് പറയപ്പെടുന്നത്. വിറ്റമിൻ എ വന്നിട്ട് സപ്ലിമെൻ്റ് രൂപത്തിലും ലഭ്യമായ ഒന്നാണ്. നമ്മൾ കുട്ടികളെ ജനിച്ചതിന് ശേഷം 6 മാസം കൂടുമ്പോൾ ഈ വാക്സിനോടൊപ്പം എല്ലാം പറഞ്ഞാൽ 5 വയസ്സ് വരെ 6 മാസം കൂടുമ്പോൾ ഈ അംഗനവാടികളിലൊക്കെ വിറ്റമിൻ എ തുള്ളിമരുന്നായിട്ട് കുട്ടികൾക്ക് നമ്മൾ നൽകാറുണ്ട്. അതുമാത്രമല്ല, ഈ വിറ്റമിൻ എ കൂടിയാൽ ശരീരത്തിൽ അമിതമായി ഇതിൻ്റെ ഉപയോഗം ഉണ്ടായി പറഞ്ഞാൽ അത് ശരീരത്തിൽ വിഷാംശം ഉണ്ടാക്കുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അതുപോലെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ കുറവ് എന്തൊക്കെ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്? നിശാന്തത ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അതുപോലെ സിറോഫ്താൽമേക്കും കാരണമാകുന്ന ഒന്നാണ് വിറ്റമിൻ എയുടെ കുറവ് എന്ന് നമ്മൾ പറഞ്ഞു. ഇത് 1913 ഈ വിറ്റമിൻ എയെ വേർതിരിച്ചെടുത്തത് ഒരു ജൈവിക രസതന്ത്രജ്ഞനായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് എൽമർ മക്കല്ലം എന്നാണ്. എൽമർ മക്കല്ലമാണ് 1913 ജീവകം എയെ വേർതിരിച്ചെടുത്തത്. എന്നാൽ ഇതിനെ ആദ്യമായി കൃത്രിമമായി നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് 1947 ഡേവിഡ് ആഡ്രിയാൻ വാൻഡോർഫും ജോസഫ് ഫെർഡിനാൻഡ് അരൻസ് കൂടിയാണ് ജീവകം എയെ ആദ്യമായി നിർമ്മിച്ചത്. ഈ ജീവകം എയുടെ കുറവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയാണെന്ന് പറഞ്ഞാൽ 5-ാം പനി പോലുള്ള അസുഖങ്ങൾ കൂടി എന്തിന് കാരണമാകും? മരണസാധ്യത വർദ്ധിപ്പിക്കാൻ കാരണമാകും. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടത്? പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം നൽകുന്ന ഒരു ജീവകം കൂടിയാണ് വിറ്റമിൻ എ എന്ന് പറയുന്നത്.
അപ്പോൾ ഇതാണ് വിറ്റമിൻ എയെ കുറിച്ചിട്ട് പറയാനുള്ളത്. എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? ശാസ്ത്രീയ നാമം എന്താണ്? റെറ്റിനോൾ. ഉണ്ടാക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? സിറോഫ്താൽമിയവും അതുപോലെ നിശാന്തതയുമാണ്. അതുകൂടാതെ ബൈറ്റോട്ട് സ്പോട്ടുകൾ, ഫ്രൈനോഡെർമ എന്നീ അസുഖങ്ങളും കൂടി, അപര്യാപ്തത രോഗങ്ങളും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിശാന്തത, സിറോഫ്താൽമിയ. അപ്പോൾ ഈ രണ്ടും വരുന്നത് എന്തിനാണ്? കണ്ണിനാണ് അല്ലേ. അപ്പോൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു വിറ്റമിനാണ് വിറ്റമിൻ എ എന്ന് പറയപ്പെടുന്നത്. ഇത് സംഭരിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ് ഇത് സംഭരിക്കപ്പെടുന്നത്. കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പിന് ഒപ്പം നൽകുന്ന ഒരു വിറ്റമിനാണ് വിറ്റമിൻ എ എന്ന് പറയുന്നത്. ഇതിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് നമ്മൾ പറഞ്ഞത്. പാലുൽപ്പന്നങ്ങൾ, മുട്ട, കരള്, ക്യാരറ്റ്, ഇലക്കറികൾ എന്നിവയിലൂടെയൊക്കെ കിട്ടുന്ന ഒരു വിറ്റമിൻ കൂടിയാണ് വിറ്റമിൻ എ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് വിറ്റമിൻ സി മുതൽ നോക്കാം. വിറ്റമിൻ സി അറിയപ്പെടുന്നത് അസ്കോർബിക് ആസിഡ് എന്നാണ്. വിറ്റമിൻ സി അറിയപ്പെടുന്നത് എന്താണ്? അസ്കോർബിക് ആസിഡ് എന്നാണ്. ആൻറ്റി ക്യാൻസർ വിറ്റമിൻ, അതുപോലെ ഫ്രഷ് ഫുഡ് വിറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഈ വിറ്റമിൻ സി ആണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ഒരു വിറ്റമിൻ കൂടിയാണ് വിറ്റമിൻ സി എന്ന് പറയുന്നത്. അതുപോലെ ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാലും അത് വിറ്റമിൻ സി തന്നെയാണ്. ജലദോഷത്തിനുള്ള ഒരു പ്രധാന ഔഷധമാണ് വിറ്റമിൻ സി എന്ന് പറയുന്നത്. അതുപോലെ മുറിവ് ഉണക്കാനും ശരീര വളർച്ചയ്ക്കും കലകളുടെ കേടുപാടുകൾ പരിഹരിക്കാനൊക്കെ എന്ത് വേണം? വിറ്റമിൻ സി വേണം. അത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റി ക്യാൻസർ വിറ്റമിനാണ്, ഫ്രഷ് ഫുഡ് വിറ്റമിനാണ്, മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വിറ്റമിനാണ്, ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കിയ നഷ്ടപ്പെടുന്ന വിറ്റമിനാണ്, കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ഏത്? അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റമിൻ സി എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ ഏതാണ്? ഇതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ് സ്കർവി എന്ന് പറയുന്നത്. ജലദോഷത്തിന് ഉള്ള ഒരു പ്രധാന ഔഷധമാണ് വിറ്റമിൻ സി എന്ന് പറയുന്നത്. മോണയുടെ ആരോഗ്യം, രക്തക്കുഴലുകളുടെ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം പ്രധാന പങ്ക് വഹിക്കുന്ന ഏതാണ്? വിറ്റമിൻ സി ആണ്. വിറ്റമിൻ സി കാണപ്പെടുന്ന ഏതിലൊക്കെയാണ് കാണപ്പെടുന്നത്? ഭക്ഷ്യസ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഈ ഓറഞ്ച്, നാരങ്ങ, പിന്നെ നെല്ലിക്ക എന്നിങ്ങനെയുള്ള പഴങ്ങളിലൊക്കെയാണ് എന്ത് കാണപ്പെടുന്നത്? വിറ്റമിൻ സി കാണപ്പെടുന്നത്. അടുത്തത് വിറ്റമിൻ ഡി നോക്കാം. വിറ്റമിൻ ഡി അറിയപ്പെടുന്ന പേരെന്താണ്? കാൽസിഫെറോൾ എന്നാണ്. വിറ്റമിൻ ഡിയുടെ രാസനാമം എന്താണ്? കാൽസിഫെറോൺ എന്നാണ്. ശരീരത്തിൽ സൂക്ഷിച്ച് വെക്കാൻ കഴിയുന്ന ഒരു വിറ്റമിനാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിറ്റമിനാണ്. വിറ്റമിൻ ഡി എന്ന് പറയുന്നത്. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ശരീരത്തിലെ തൊലികൾക്കടിയിലുള്ള കൊഴുപ്പുമായി പ്രവർത്തിച്ച് ഒരു കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാവുന്നത്? വിറ്റമിൻ ഡി ഉണ്ടാവുന്നത്. അപ്പോൾ സൂര്യപ്രകാശം ലഭിക്കുന്നതിലൂടെ നമ്മുടെ ത്വക്കിൽ രൂപപ്പെടുന്ന വിറ്റമിനാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത്. അതുകൂടാതെ പാലുൽപ്പന്നങ്ങളിലൂടെയും മത്സ്യത്തിലൂടെയും മുട്ടയുടെ മഞ്ഞയിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്ന വിറ്റമിൻ കൂടിയാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത്. വിറ്റമിൻ ഡിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഏതിൽ നിന്ന് ലഭിക്കില്ല? പച്ചക്കറികളിൽ നിന്നും ലഭിക്കില്ല. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത വിറ്റമിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് വിറ്റമിൻ ഡി ആണ്. ഇത് എന്തിനെ സഹായിക്കുന്നതാണ്? എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റമിനാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വിറ്റമിൻ ഡി ആണ്. കാൽസിഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ ഡി ആണ്. സൂര്യപ്രകാശമേറ്റ് ത്വക്കിൽ രൂപപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? അതും വിറ്റമിൻ ഡി ആണ്. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ ഡി ആണ്. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വിറ്റമിൻ ഏതാണ്? അതും വിറ്റമിൻ ഡി ആണ്. സ്റ്റിറോയിഡ് വിറ്റമിൻ എന്നറിയപ്പെടുന്ന വിറ്റമിൻ, സൺഷൈൻ വിറ്റമിൻ എന്നറിയപ്പെടുന്ന വിറ്റമിൻ ഒക്കെ ഏതാണ്? വിറ്റമിൻ ഡി ആണ്. ഇത് നമ്മുടെ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സ്റ്റിറോയിഡ് വിറ്റമിൻ ഏത്, സൺഷൈൻ വിറ്റമിൻ ഏത്, അതുപോലെ എനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ കരളിൽ സംഭരിക്കുന്ന വിറ്റമിൻ ഏത് എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പോലെ നമ്മൾ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വിറ്റമിൻ ഡിയുടെ 2 രൂപങ്ങളാണുള്ളത്. ഒന്ന് D2 ഒന്ന് D3. D2 അറിയപ്പെടുന്നത് എർഗോസ്റ്റിറോൾ എന്നാണ്. D3 അറിയപ്പെടുന്നത് കോൾ കാൽസിഫെറൽ എന്നാണ്. എന്നും D2 എർഗോസ്റ്റിറോൾ എന്നും അറിയപ്പെടുന്നതാണ്. അപ്പോൾ ഇതാണ് വിറ്റമിൻ ഡിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി വിറ്റമിൻ ഇയുടെ രാസനാമം എന്താണ്? വിറ്റമിൻ ഇ അറിയപ്പെടുന്നത് ടോക്കോഫെറോൾ എന്നാണ്. ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്നത് എന്താണ്? വിറ്റമിൻ ഇ ആണ്. ഒരു ഹോർമോണായി കണക്കാക്കപ്പെടുന്ന
വിറ്റമിൻ കൂടിയാണ് വിറ്റമിൻ ഇ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഈ ബ്യൂട്ടി വീഡിയോസൊക്കെ കാണുമ്പോൾ എല്ലാത്തിലും എന്ത് അവർ യൂസ് ചെയ്യും? വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യുക. അതിപ്പോൾ ഫേസിനായാലും ഹെയറിനായാലൊക്കെ അവർ എന്ത് യൂസ് ചെയ്യണം? അതിൽ കാണാം വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യാൻ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വിറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈസിയായി പറയാൻ പറ്റും, വിറ്റമിൻ ഇ ആണ്. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വിറ്റമിനൊക്കെ ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് വിറ്റമിൻ ഇ ആണ്. ഒരു ഹോർമോണായി കണക്കാക്കപ്പെടുന്ന വിറ്റമിൻ കൂടിയാണ് വിറ്റമിൻ ഇ എന്ന് പറയുന്നത്. അപ്പോൾ ഹോർമോണായി കണക്കാക്കപ്പെടുന്ന വിറ്റമിനാണ് ബ്യൂട്ടി വിറ്റമിൻ എന്നറിയപ്പെടുന്നു, ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റമിൻ എന്നറിയപ്പെടുന്നു. അതുപോലെ ഹൃദയത്തെ സംരക്ഷിക്കുന്ന വിറ്റമിൻ ഏതാണ്? ഹൃദയത്തെ സംരക്ഷിക്കുന്ന മൂലകം ഏതാണ് എന്ന് ചോദിച്ചാലും അത് വിറ്റമിൻ ഇ തന്നെയാണ്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന മൂലകം ഏതാണ്? വിറ്റമിൻ ഇ ആണ്. ഇത് ഏതിൽ നിന്നെല്ലാമാണ് ലഭിക്കുന്നത് പറഞ്ഞാൽ സസ്യ എണ്ണ, പരിപ്പ്, വിത്ത്, പച്ചക്കറി ഇവയിലെല്ലാം കാണപ്പെടുന്ന വിറ്റമിനാണ് വിറ്റമിൻ ഇ എന്നറിയപ്പെടുന്നത്. സസ്യ എണ്ണകളിലും പരിപ്പിലും വിത്തുകളിലും ഒക്കെ കാണപ്പെടുന്നതാണ്. പച്ചക്കറിയിലും പച്ചിലകളിലും ഒക്കെ കാണപ്പെടുന്ന വിറ്റമിനാണ് വിറ്റമിൻ ഇ എന്ന് പറയുന്നത്. ആദ്യമായി ഇത് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ ഇവാൻസും ബിഷപ്പും ചേർന്നിട്ട് 1922 ആദ്യമായി വിറ്റമിൻ ഇ കണ്ടുപിടിച്ചത്. ഇത് പ്രത്യുൽപാദനത്തിന് ആവശ്യമായ വിറ്റമിൻ കൂടിയാണ് വിറ്റമിൻ ഇ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അപര്യാപ്തത രോഗം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിറ്റമിൻ ഇയുടെ അപര്യാപ്തത രോഗം എന്നാണ്? വന്ധ്യതയാണ് വിറ്റമിൻ ഇയുടെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്ക് ശരിയായ പ്രവർത്തനം ആവശ്യമായ വിറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയണം? വിറ്റമിൻ ഇ ആണ്. ഇനി അടുത്തത് വിറ്റമിൻ കെ. വിറ്റമിൻ കെയുടെ രാസനാമം എന്താണ്? വിറ്റമിൻ കെയുടെ രാസനാമം ഫില്ലോക്വിനോൺ എന്നാണ്. വിറ്റമിൻ കെയുടെ രാസനാമം ഫില്ലോക്വിനോൺ എന്നാണ്. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വിറ്റമിനാണ് വിറ്റമിൻ കെ. കെ ഫോർ കരൾ എന്ന് ഓർത്ത് വയ്ക്കുക. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വിറ്റമിൻ കെയും കരളിൽ സംഭരിക്കുന്ന വിറ്റമിൻ എയുമാണ്. അപ്പോൾ കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വിറ്റമിൻ കെയും കരളിൽ സംഭരിക്കുന്ന വിറ്റമിൻ എയുമാണ്. രക്തം കട്ടപിടിക്കുന്നതിനും എല്ലുകളുടെ ആരോഗ്യത്തിനും ആവശ്യമായ വിറ്റമിനാണ് വിറ്റമിൻ കെ എന്ന് പറയുന്നത്. രക്തം കട്ടപിടിക്കുന്നതിന് എല്ലുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റമിനാണ് വിറ്റമിൻ കെ എന്ന് പറയുന്നത്. ഇതിൻ്റെ അപര്യാപ്തത രോഗമാണ് രക്തസ്രാവം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ തടുക്കാനും കൂടി ഉപകാരപ്പെടുന്ന വിറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ രക്തസ്രാവത്തെ തടുക്കാൻ ഉപയോഗിക്കുന്ന വിറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വിറ്റമിൻ കെ ആണ്. എല്ലുകളിലെ കാൽസ്യത്തിൻ്റെ നിയന്ത്രണത്തിലും ഇതിനൊരു പ്രധാന പങ്കുണ്ട്. നമ്മൾ പറഞ്ഞു ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റമിനാണ് വിറ്റമിൻ സി എന്ന് പറഞ്ഞു. അപ്പോൾ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ കെ ആണ്. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് വിറ്റമിൻ സിയും തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റമിൻ കെയുമാണ്. ഇത് ഓസ്റ്റിയോപോറോസിസ് തടയാൻ സഹായിക്കുന്ന ഒരു വിറ്റമിൻ കൂടിയാണ് വിറ്റമിൻ കെ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു നമ്മുടെ മനുഷ്യരുടെ കുടലിൽ ചില ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന വിറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് വിറ്റമിൻ കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്, ഏതിൽ നിന്നെല്ലാമാണ് നമുക്ക് ലഭിക്കുന്നത് ചോദിച്ചാൽ ഇലക്കറി, സസ്യ എണ്ണകൾ, ചില പാലുൽപ്പന്നങ്ങളിലൂടെയൊക്കെ നമുക്ക് വിറ്റമിൻ കെ ലഭിക്കും. എന്നിരുന്നാൽ കൂടി നമ്മുടെ ശരീരത്തിൽ കുടൽ ഭിത്തിയിൽ ചില ബാക്ടീരിയകൾ പ്രവർത്തിച്ച് കുടലിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു വിറ്റമിൻ കൂടിയാണ് വിറ്റമിൻ കെ എന്ന് പറയുന്നത്. ജീവകം B1 എന്നറിയപ്പെടുന്ന എന്താണ്? തയാമിൻ ആണ്. ജീവകം B1 അറിയപ്പെടുന്നത് തയാമിൻ ആണ്. മദ്യപാനികളിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ജീവകമാണ് ജീവകം B1 എന്ന് പറയുന്നത്. ധാന്യങ്ങൾ, പരിപ്പ്, പയർവിത്തുകൾ എന്നിവയിൽ കാണപ്പെടുന്നു. പയറുകൾ, വിത്തുകൾ എന്നിവയിലെല്ലാം കാണപ്പെടുന്നു. അതുകൂടാതെ അരിയുടെ തവിടിൽ ധാരാളമായി കാണപ്പെടുന്ന വിറ്റമിനാണ് വിറ്റമിൻ B1. അപ്പോൾ വിറ്റമിൻ B1 കുറിച്ച് പറയുമ്പോൾ എന്താണ്? മദ്യപാനികളിൽ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നു, അരിയുടെ തവിടിൽ കാണപ്പെടുന്നു. തയാമിൻ എന്നറിയപ്പെടുന്നു. രാസനാമം തയാമിൻ എന്നാണ്. ഇതിൻ്റെ കുറവ് എന്ത് അസുഖമാണ് ഉണ്ടാക്കുന്നത്? ഇതിൻ്റെ കുറവുണ്ടാക്കുന്നത് ബെറിബെറി എന്ന അസുഖമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ആൻറ്റി ബെറിബെറി ഘടകം എന്നും പറയും. ഈ തയാമിൻ്റെ കുറവ് അല്ലെങ്കിൽ B1 കുറവ് എന്തെല്ലാം ലക്ഷണമാണ് നമ്മുടെ ശരീരത്തിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷീണവും പേശി ബലഹീനതയും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമുക്ക് എന്തിൻ്റെ കുറവ് മൂലമാണ്? B1 കുറവ് മൂലമാണ്. അതുകൂടാതെ ഇത് ഊർജ ഉപാപചയത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കാർബോഹൈഡ്രേറ്റുകളുടെയും മെറ്റബോളിസത്തിലൊക്കെ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു വിറ്റമിനാണ് വിറ്റമിൻ B1 എന്ന് പറയുന്നത്.
അടുത്തത് വിറ്റമിൻ B2. വിറ്റമിൻ B2 അറിയപ്പെടുന്നത് എങ്ങനെയാണ്? റൈബോഫ്ലേവിൻ എന്നാണ് അല്ലേ അറിയപ്പെടുന്നത്. വിറ്റമിൻ B2 അറിയപ്പെടുന്നത് റൈബോഫ്ലാവിൻ എന്നാണ്. വിറ്റമിൻ B2നെ കുറിച്ച് നമ്മൾ ഇതിൽ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ വിറ്റമിൻ G എന്നറിയപ്പെടുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചു അല്ലേ. അതേതാണ്? വിറ്റമിൻ G എന്നറിയപ്പെടുന്നത് B2ഉം വിറ്റമിൻ H എന്നറിയപ്പെടുന്നത് B7ഉമാണ്. H എന്നറിയപ്പെടുന്നത് എന്താണ്? B7ഉം G എന്നറിയപ്പെടുന്നത് വിറ്റമിൻ B2 ആണ്. B2യുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സൂര്യപ്രകാശം ഏറ്റാൽ നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റമിനാണ് B2 എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യപ്രകാശം ഏറ്റാൽ ലഭിക്കുന്നത് വിറ്റമിൻ Dയും സൂര്യപ്രകാശം ഏറ്റാൽ നഷ്ടപ്പെടുന്നത് വിറ്റമിൻ B2വുമാണ്. ഇവ നമ്മുടെ കോശങ്ങളിലെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഉൽപ്പാദനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പാലിന് ഇള മഞ്ഞ നിറം നൽകുന്ന വിറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വിറ്റമിൻ B2 ആണ്. ഈ വിറ്റമിൻ B2 എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഊർജ്ജോപാപചയം, അതുപോലെ ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിനും ആരോഗ്യകരമായ ചർമ്മത്തിനും കണ്ണുകൾ, നരമ്പ് എന്നിവയുടെ പരിപാലനത്തിനൊക്കെ സഹായിക്കുന്ന ഒരു ജീവകം കൂടിയാണ് ജീവകം B2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതില്ലാതായ എന്തുണ്ടാവും? നമ്മുടെ സ്കിന്നിൽ പ്രശ്നങ്ങളുണ്ടാവും. അതായത് വായ, ത്വക്ക്, കണ്ണ് എന്നീ ഭാഗങ്ങളിലൊക്കെ ആരോഗ്യം നിലനിർത്താൻ നമുക്ക് ഈ റൈബോഫ്ലാവിൻ ആവശ്യമാണ്. അപ്പോൾ അതില്ലാതാകുമ്പോൾ ഈ ചുണ്ടുകളിലൊക്കെ വ്രണങ്ങളുണ്ടാവും, അതുപോലെ നാക്കിൽ കുമിളകൾ രൂപപ്പെടും, പ്രകാശത്തിന് നേരെ നോക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും, കാഴ്ച മങ്ങലുണ്ടാവും. ഇതൊക്കെ B2ൻ്റെ കുറവാണ്. അപ്പോൾ ഊർജ്ജോപാപചയം, ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനത്തിനും ആരോഗ്യകരമായ ചർമ്മത്തിനും കണ്ണ്, നരമ്പ് എന്നിവയ്ക്കൊക്കെ സഹായകരമായ ജീവകമാണ് ജീവകം 2 എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ജീവകം 2 ഇല്ലാണ്ടായ എന്തെയും ഇതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ജീവകം B3 അറിയപ്പെടുന്നത് എന്താണ്? നിക്കോട്ടിനിക് ആസിഡ് അല്ലെങ്കിൽ നിയാസിൻ എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ രണ്ടും അറിയപ്പെടുന്നത് എന്താണ്? വിറ്റമിൻ B3 ആണ്. ഏറ്റവും സ്ഥിരതയുള്ള ജീവകമാണ് B3 എന്ന് പറയുന്നത്. B3യുടെ അപര്യാപ്തത രോഗം നമ്മൾ എന്താ പറഞ്ഞത്? പെല്ലഗ്രയാണ് അപര്യാപ്തത രോഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ B3യുടെ കുറവ് മൂലം എന്തുണ്ടാവും? ത്വക്കുകളൊക്കെ വിണ്ടു കയറി പാടുകൾ ഉണ്ടാവുകയും നിറവ്യത്യാസം വരികയും വായിലും നാവിലൊക്കെ വ്രണങ്ങളും വീക്കങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുക. ഏകദേശം B2യുടെ സമാനമായുള്ള കുറേ പ്രശ്നങ്ങളൊക്കെയാണ് B3യിലും ഉണ്ടാവുക. B3യിൽ ഉണ്ടാവുന്ന കുറവ് മൂലം ഉണ്ടാവുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് പെല്ലഗ്രയാണ്. അപ്പോൾ ഇത് B3 സഹായകമായത് എന്തിനൊക്കെയാണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലത്തെ ചർമ്മത്തിനും അതുപോലെ നരമ്പ്, ദഹന വ്യവസ്ഥ എന്നിവയ്ക്കൊക്കെ സഹായകമായ ഒരു വിറ്റമിനാണ് വിറ്റമിൻ B3 എന്ന് പറയുന്നത്. അടുത്തത് വിറ്റമിൻ B5. വിറ്റമിൻ B5ൻ്റെ രാസനാമം എന്താണ്? പാൻറ്റോത്തനിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത്. വിറ്റമിൻ B5 അറിയപ്പെടുന്നത് എന്താണ്? പാൻറ്റോത്തനിക് ആസിഡ് എന്നാണ്. ഇത് മാംസ്യം, പച്ചക്കറി, ധാന്യങ്ങൾ എന്നിവയിൽ നിന്നെല്ലാമാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇത് രാസവിനിമയത്തിൽ അതുപോലെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു വിറ്റമിൻ കൂടിയാണ് വിറ്റമിൻ B5 എന്ന് പറയുന്നത്. B5 എന്ന് പറയുന്നത് കോഎൻസൈം എയുടെ സമന്വയത്തിനും ഹോർമോണുകളുടെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെയും ഉൽപ്പാദനത്തിനും എല്ലാം സഹായിക്കുന്ന വിറ്റമിനാണ് വിറ്റമിൻ B5 എന്ന് പറയുന്നു. പാൻറ്റോത്തനിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത്. വിറ്റമിൻ B6 പീരിഡോക്സിൻ എന്നറിയപ്പെടുന്ന വിറ്റമിനാണ് വിറ്റമിൻ B6 എന്നറിയപ്പെടുന്നത്. ഇത് ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിനും രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രവർത്തനത്തിനൊക്കെ സഹായിക്കുന്ന ഒരു വിറ്റമിൻ കൂടിയാണ് വിറ്റമിൻ B6 എന്ന് പറയുന്നത്. നമ്മൾ B2ഉം അതുപോലെ ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിന് ഇതൊക്കെ ഏകദേശം B എന്ന് പറയുന്നത്, B കോംപ്ലക്സ് എന്ന് പറയുന്നതൊക്കെ ഒരുവിധം എല്ലാം സെയിമായ പ്രവർത്തനങ്ങളിൽ വരുന്നതാണ്. അത് ലഭിക്കുന്നതും ഏകദേശം ഒന്നിൽ തന്നെ ഒരുപോലെയുള്ള ഇതിൽ തന്നെയാണ്. നമ്മൾ കണ്ടില്ല, ഭക്ഷ്യസ്രോതസ്സുകളൊക്കെ മത്സ്യം, മാംസം, മുട്ട അങ്ങനെയുള്ള ഇലക്കറികൾ എന്നിവയിൽ നിന്ന് കിട്ടുന്നതാണ് B5ഉം B1ഉം B2 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. B1 അതുപോലെ ധാന്യങ്ങൾ, പരിപ്പ്, വിത്തുകൾ എന്നിവയിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് പറഞ്ഞ് നമ്മൾ പറഞ്ഞു. അടുത്തത് വിറ്റമിൻ B7. വിറ്റമിൻ B7 അറിയപ്പെടുന്നത് എന്താണ്? ബയോട്ടിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വിറ്റമിൻ B7 ആണ്. വിറ്റമിൻ H എന്നറിയപ്പെടുന്നതും വിറ്റമിൻ B7 ആണ്. വിറ്റമിൻ G എന്നറിയപ്പെടുന്നതാണ് വിറ്റമിൻ B2 ആണ്. H എന്നറിയപ്പെടുന്നത് വിറ്റമിൻ B7 ആണ്. ഇത് ചർമ്മം, മുടി, നഖങ്ങൾ എന്നിവയുടെയൊക്കെ ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട ഒരു ജീവകമാണ് ജീവകം B7 എന്ന് പറയുന്നത്. മുട്ടയിൽ നിന്നും പാലിൽ നിന്നും പരിപ്പിൽ നിന്നും ഇലക്കറികളിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വിറ്റമിൻ B7 കിട്ടുന്നത്. ഇതിൻ്റെ കുറവ് കാരണമാണ് നമുക്ക് വരണ്ട ചർമ്മങ്ങളും മുടി കൊഴിച്ചലും കണ്ണ്, മൂക്ക്, വായ അങ്ങനെയുള്ള ജനനേന്ദ്രിയ പ്രദേശങ്ങളിലൊക്കെ എന്തുണ്ടാവുക? ചുവന്ന ചുണങ്ങ് പോലെയൊക്കെയുള്ള അടയാളങ്ങളൊക്കെ കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ B7ൻ്റെ കുറവ് കൊണ്ടാണ്. ഇനി B9. വിറ്റമിൻ B9 അറിയപ്പെടുന്നത് എന്താണ്? ഫോളിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത്. B9ൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖം ഏതാണ്? വിറ്റമിൻ B9ൻ്റെ കുറവ് മൂലമുള്ള അസുഖമാണ്
മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത് എന്താണ്? മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത് B9 കുറവ് മൂലമുണ്ടാകുന്ന അസുഖങ്ങളാണ്. ഇത് നമുക്ക് ഇലക്കറികളിലൂടെയും അതുപോലെ പയർ, നിലക്കടല, സൂര്യകാന്തി വിത്ത് എന്നിവയിലൂടെയൊക്കെ ലഭിക്കുന്നതാണ് വിറ്റമിൻ B9 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ RBCയുടെ വളർച്ചയെയും അതുപോലെ ന്യൂക്ലിക് ആസിഡിൻ്റെ നിർമ്മാണത്തിനും സഹായിക്കുന്ന വിറ്റമിൻ കൂടിയാണ് വിറ്റമിൻ B9 എന്നറിയപ്പെടുന്നത്. ഇതുതന്നെയാണ് ഫോളാസീൻ, ടീറോയിൻ, ഗ്ലൂട്ടാമിക് ആസിഡ് എന്നെല്ലാം അറിയപ്പെടുന്ന വിറ്റമിൻ B9 ആണ്. അടുത്തത് വിറ്റമിൻ B12. വിറ്റമിൻ B12 അറിയപ്പെടുന്നത് സയനോകോബാലമിൻ എന്നാണ് വിറ്റമിൻ B12 അറിയപ്പെടുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു ലോഹം, വിറ്റമിൻ B12 അടങ്ങിയിരിക്കുന്ന ലോഹം ചോദിച്ചു പറഞ്ഞാൽ സയനോകോബാലമിൻ, കോബാൾട്ട് എന്നോർത്ത് വയ്ക്കുക. കോബാൾട്ടാണ് വിറ്റമിൻ B12 അടങ്ങിയിരിക്കുന്ന ലോഹം എന്ന് പറയുന്നത്. ഇതിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? പെർനീഷ്യസ് അനീമിയയാണ്. അതുകൂടാതെ പാരസ്റ്റേഷ്യ എന്ന രോഗം കൂടി ഇതിൻ്റെ അപര്യാപ്തത മൂലം തന്നെ, അതായത് B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്. ഈ B12 കുറവ് എന്തിന് കാരണമാകും? നാഡികളുടെ തകരാറിന് കാരണമാകും. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ചുവന്ന രക്താണുക്കളുടെ രൂപീകരണത്തിനും DNA സിന്തസിസിനും നാഡികളുടെ പ്രവർത്തനത്തിനൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു ജീവകമാണ് ജീവകം B12 എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറവ് വിളർച്ചയ്ക്ക് കാരണമാകും. നമ്മൾ നേരത്തെ അപര്യാപ്തത രോഗം പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് B12 അപര്യാപ്തത രോഗമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പെർനീഷ്യസ് അനീമിയ പറഞ്ഞു. അതുപോലെ തന്നെ വിളർച്ചയ്ക്കും കൂടി കാരണമാകും B12 കുറവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടെ നമ്മുടെ ജീവകങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരുവിധം ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രോഗങ്ങൾ, അപര്യാപ്തത രോഗങ്ങളെക്കുറിച്ച് പ്രത്യേകം ക്ലാസ്സുകൾ ഉണ്ടാകുന്നതോടെ നമ്മുടെ ഈ ജീവകം എന്ന ടോപ്പിക്ക് തന്നെ ഒരു ക്ലാസ്സോടെ ജീവകം എന്നൊരു ടോപ്പിക്ക് തന്നെ നമ്മുടെ തീരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നതുവരെ ഓക്കെ, ബൈ.